ക്രിസ്തുവിൽ പ്രിയരെ, കഴിഞ്ഞ എപ്പിസോഡ് നാം കേട്ടതുപോലെ ഈ നാളുകളിൽ ആത്മാവിൻ്റെ ഫലം കാഴ്ച ക്രിസ്തുവേശുവിൻ നല്ല ഭടന്മാരായി ക്രിസ്ത്യാനി എന്ന ലേബലിലല്ല, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ക്രിസ്തുവേശുവിൻ്റെ ആ സ്വഭാവങ്ങൾ തന്നെ നമ്മൾ വെളിപ്പെടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. നമ്മളിലൂടെ വെളിപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങളെ കണ്ട് ലോകം നമ്മെ തിരിച്ചറിയട്ടെ. വൃക്ഷമാകുന്ന നമ്മളിൽ നിന്ന് വരുന്ന ഫലങ്ങളെ ഗ്രഹിച്ച് ലോകം നമ്മെ പിന്തുടരട്ടെ. പ്രത്യേകാൽ ക്രിസ്തുവേശുവിൻ്റെ ശിഷ്യന്മാരായി നല്ല ഭടന്മാരായി ഈ ലോകത്ത് ജീവിക്കുവാനും ഈ കാലയളവിൽ ഈ ലോകത്തിൻ്റെ പലവിധ ഭാഗങ്ങളുണ്ടാകുന്നത് പോലെ പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോടെ മധ്യത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവരെ ക്രിസ്തുവിൽ ചേർത്ത് നിർത്തുവാനും കർത്താവിൻ്റെ വലിയ പ്രേരണയാൽ ഈ നാളുകൾ നമ്മൾ ആ ഫലത്തെക്കുറിച്ച് പഠിക്കുവാനായി ആഗ്രഹിക്കുന്നു. അതിനായി എടുത്തിരിക്കുന്ന വേദഭാഗം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം മുതൽ താഴോട്ടാണ്. 22-ാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുവേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 9 ആത്മാവിൻ്റെ ഫലങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ഫലമാണ് സ്നേഹം. ഈ സ്നേഹം എന്ന് പറയുന്ന ഈ ടോപ്പിക്കാണ് ഇന്ന് ഇതിനകത്ത് സംസാരിക്കുന്നത്. സ്നേഹമെന്ന് പറയുമ്പോൾ നമ്മൾ ലോക സ്നേഹം നമ്മൾ അറിയാവുന്നതാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ അല്ലെങ്കിൽ നമുക്ക് തന്നെ ലോകത്തെ സ്നേഹിക്കുന്ന പ്രവണത നമുക്കുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും മറ്റുള്ളവരോട് നമ്മൾ വെറുപ്പ് കാണിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. പക്ഷേ ക്രിസ്തുവിലുള്ളവർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരണം. പ്രത്യേകിച്ചാൽ ലോകസ്നേഹമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ജഡത്തിൻ്റെ ആഗ്രഹപ്രകാരം, ജഡത്തിൻ്റെ അനുസരണപ്രകാരമുള്ള സ്നേഹമായിരിക്കാം, അങ്ങനെയുള്ള ആകർഷണത്തിൽ നിന്നുണ്ടാകുന്ന സ്നേഹമായിരിക്കാം. അല്ലെങ്കിൽ ഒരുവൻ്റെ കയ്യിൽ ഉണ്ടാകുന്ന സാമ്പത്തികമോ അവനിലുണ്ടാകുന്ന മെച്ചമോ കണ്ടിട്ട് അവനെ സ്നേഹിക്കുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള സ്നേഹങ്ങളാണ് ജഡത്തിൻ്റെ സ്നേഹങ്ങളെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നേരെ ഓപ്പോസിറ്റാണ്. അതായത് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളിലൂടെ പറയുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തികളകത്തുള്ള സ്നേഹം യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ പൈതലിനുണ്ടാകേണ്ട സ്നേഹമാണ്. കർത്താവ് നമ്മെ സ്നേഹിച്ചത് അഹപ്പേ എന്ന് പറയുന്ന സ്നേഹത്താലാണെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അഹപ്പേ എന്ന് പറഞ്ഞാൽ അർഹിക്കാത്ത സ്നേഹത്താൽ ആണ് നമ്മെ വിളിച്ച് വേർതിരിച്ച് നമ്മുടെ ജീവന് പകരം തൻ്റെ ജീവനെ പകർന്ന് 2025 വർഷത്തിന് മുന്നേ കാൽവരി ക്രൂശിൽ മരിച്ചുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. കാരണം അഹപ്പേ എന്ന് പറഞ്ഞാൽ അർഹിക്കാത്ത സ്നേഹമെന്ന് ഞാൻ പറയുകയുണ്ടായി. ഈ അർഹിക്കാത്ത സ്നേഹമെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഈ എന്നെ കേൾക്കുന്ന എല്ലാവരും പാപികളായിരുന്നപ്പോൾ തന്നെ നമ്മുടെ പാപം മാറട്ടെന്നോ നമ്മൾ പാപികളെന്ന് പറഞ്ഞു കണ്ട് ഏറ്റു പറയട്ടോ എന്ന് വിചാരിക്കാതെ വണ്ണം സ്വന്തം പുത്രനെ മാനിക്കാതെ നമുക്ക് വേണ്ടി തന്ന പിതാവ് പുത്രനിലൂടെ നമ്മോട് കാണിച്ചതാണ് അഹപ്പേ എന്ന് പറയുന്ന സ്നേഹം. അർഹിക്കാത്ത സ്നേഹം അല്ലെങ്കിൽ കൃപ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് സ്നേഹം നമുക്ക് ലഭിക്കേണ്ട സമയത്ത് ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും സ്നേഹം ലഭിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ യേശുവിനെ ഒന്ന് സ്നേഹിച്ചാട്ടെ. ആ കർത്താവിനോട് ഒന്ന് പറഞ്ഞാട്ടെ: പരിശുദ്ധാത്മാവാം ദൈവമേ, ആ സ്നേഹം എനിക്ക് നൽകണം. അങ്ങയുടെ സ്നേഹമില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല. ആരും അനാഥരല്ല. പ്രത്യേകിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷ ഭാഗത്തിനകത്ത് കർത്താവ് പറയുന്നുണ്ട്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കാരണം അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ സ്വർഗം തുടർന്നുള്ള സമയങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് അഴിച്ച് പിതാവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ പുത്രൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ വെളിപ്പെടുത്തുന്ന ഈ സാഹചര്യത്തിൽ നമ്മളാകുന്ന ഓരോരുത്തരും അതിൽ ഫലം കണ്ട് ആ ആത്മാവിൻ്റെ ഫലം കാഴ്ച പുറത്തു വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്നേഹമെന്ന് പറഞ്ഞ ഫലം നമ്മളിൽ നിന്ന് പുറത്തു വരട്ടെ. സ്നേഹം എങ്ങനെ പുറത്തു വരണമെന്ന് ചോദിച്ചാൽ കർത്താവ് പറയുന്നു: നാം നമ്മെ തന്നെ ആദ്യം സ്നേഹിക്കണം. നാം നമ്മെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കണം. നാം നമ്മെ തന്നെ സ്നേഹിക്കണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ സ്നേഹിക്കണം. നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളെ തന്നെ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്ത് സ്നേഹിക്കണം. കാരണം ഈ നാളുകൾ കാണുന്ന മദ്യപാനവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും യഥാർത്ഥത്തിൽ ലോക സ്നേഹമാണ്. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ഉപയോഗിക്കുകയില്ല. കാരണമെന്ന് പറഞ്ഞാൽ അത് ആദ്യം നമുക്കതൊരു ഇൻട്രസ്റ്റായി അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷമായി തോന്നുമെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ അടിമയത്വത്തിൽ നമ്മൾ അതിൻ്റെ കൺട്രോളിൽ ചെയ്തു കൂട്ടുന്ന ലോകത്തിൻ്റെ അപവാദങ്ങളും കൊലപാതകങ്ങളും പ്രതികൂലത്തിൻ്റെ മധ്യത്തിലാണ് ലോകം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ യൗവനങ്ങൾ.
അത് ആയതിനാൽ സ്നേഹമെന്ന് പറഞ്ഞാൽ ആദ്യം നാം നമ്മെ തന്നെ സ്നേഹിക്കണം. നമ്മൾ കർത്താവിൻ്റെ മന്ദിരമാണെന്നും ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ കർത്താവ് നശിപ്പിക്കുന്നതെന്ന് തിരിച്ചറിയണം. നമ്മുടെ സ്നേഹം നമ്മുടെ ശരീരത്തോടും നമ്മോടും കൂടെ ആകുമ്പോൾ ഈ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയും. നമ്മുടെ അയൽവാസികളെ നമ്മൾ സ്നേഹിക്കണം, നമ്മുടെ ബന്ധുമിത്രാദികളെ സ്നേഹിക്കണം. അതിലുപരിയായി വചനം പഠിപ്പിക്കുന്നു, ശത്രുവിനെ പോലും സ്നേഹിക്കണം. നിന്നെ ദ്രോഹിക്കുന്നവരെ, നിന്നോട് എതിര് പറയുന്നവരോട്, നിന്നെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്നവരെ തിരിച്ച് വെല്ലുവിളിക്കാതെ അവരെ സ്നേഹിക്കുവാൻ നീ പഠിക്കണം. അതിനായി കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആത്മാവിൻ്റെ ഒന്നാമത്തെ ഫലമായ സ്നേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാം ക്രിസ്തുയേശുവിൽ മറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തോടെ മറ്റുള്ളവരെ സ്നേഹിച്ചു തുടങ്ങിയാൽ, നമ്മുടെ സഭയിൽ വരുന്നവരെ സ്നേഹിച്ചു തുടങ്ങിയാൽ, അയൽവാസികളെ സ്നേഹിച്ചു തുടങ്ങിയാൽ, നിങ്ങളുടെ ബന്ധുമിത്രാദികളെ സ്നേഹിച്ചു തുടങ്ങിയാൽ, മറ്റുള്ളവരോട് പകയോ വിദ്വേഷമോ ഇല്ലാതെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഉറപ്പായും നിങ്ങളിലൂടെ ക്രിസ്തുവിനെ അവർക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അവർക്ക് നിങ്ങളെ കാണുന്നതിനുപരിയായി നിങ്ങളിലൂടെയുള്ള ക്രിസ്തുവിനെ കാണുവാനും ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവർക്കും കടന്നു വരുവാനുള്ള കൃപ നൽകും. നമുക്കതിനായി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ആത്മാവിൻ്റെ ഒന്നാമത്തെ ഫലമായ സ്നേഹം ഞങ്ങളുടെ മേൽ ചൊരിയണം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അകപ്പെ എന്ന സ്നേഹത്തെ തന്നു കർത്താവേ. അർഹിക്കാതെ ദാനമാകുന്ന സ്നേഹത്തെ അങ്ങ് കാൽവരി ക്രൂശിലായിരുന്നു കർത്താവേ യാഗമായി തീർന്ന് ഒരു മനുഷ്യകോലം പോലും ആകാതെ വണ്ണം അപ്പോൾ തിരിച്ചറിയ ഒരു മാംസപിണ്ഡത്തിന് കണക്കെ അങ്ങ് പൂർണ്ണമായും തകർന്ന് കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അവസാന തുള്ളി ചോര വരെ ഞങ്ങൾക്ക് വേണ്ടി പകർന്ന് ഞങ്ങൾക്ക് വേണ്ടി തന്ന ആ സ്നേഹത്തെ ഞങ്ങൾ ഈ സമയത്ത് ഓർമ്മിക്കുന്നു കർത്താവേ. ഞങ്ങളും അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, സ്നേഹിതൻ്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളും ഞങ്ങളെ തന്നെ സ്നേഹിക്കുവാൻ, ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള കൃപ ഒരുക്കണം. അതിനായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ ദിവസങ്ങളിൽ കർത്താവേ ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരുടെ ഉള്ളങ്ങളെ ഒരുപോലെ ചലിപ്പിക്കണം. അങ്ങയുടെ വലിയ കരം ചലിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, കൃപയും മഹത്വം വ്യാപരിക്കും. യേശുക്രിസ്തു ധന്യനാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമീൻ.